ഹേയ് ചായക്കടക്കാരാ, ഒരു അടിപൊളി ചായ അങ്ങ് പോരട്ടെ. അല്ല, ഇത്രയും പേര് ഈ ലോറിയിലൊക്കെ ഇത് എങ്ങോട്ട് പോവുക? അതും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്റെ മോട്ടോ അത് ഉറിയടിക്കാനായിട്ട് ഗ്രാമത്തിന് ടീമായി വന്നുകൊണ്ടിരിക്കുക. ഉറിയടി മത്സരത്തിന് 50 ലക്ഷം രൂപയാണ് സമ്മാനം. പക്ഷെ ഫുർഫുറെ നഗരത്തിൽ ആരും പങ്കൊള്ളുന്നില്ല. നമ്മുടെ മേയർ വളരെ ദുഃഖത്തിലാണ്. നമ്മുടെ ടീം ആരെങ്കിലും ഈ മത്സരത്തിൽ പങ്കുകൊണ്ട് 50 ലക്ഷം രൂപ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേയർ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്കും അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയാൽ എന്താ? എന്നിട്ട് നമ്മൾ 50 ലക്ഷം രൂപ മേടിച്ചിട്ട് വന്നിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് സ്കൂൾ കെട്ടി കൊടുക്കാലോ. വാ മോട്ടു, നമുക്കും പോയി ഉറിയടിയിൽ പങ്കെടുക്കാം. ഈ ഉറിയടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. വരൂ, നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വെരി ഗുഡ്. ഞാൻ ഇപ്പൊ തന്നെ മേയറിനെ ചെന്ന് കണ്ട് ഈ വിവരം അറിയിച്ചിട്ട് വരാം. നിങ്ങളൊരു പുതിയ ടീം തുടങ്ങി പ്രാക്ടീസ് തുടങ്ങിക്കോളൂ. ബോക്സറേട്ടാ, ശക്തിയുള്ള നിങ്ങളും മോട്ടോക്കെ താഴെ നിന്നോളൂ. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ എല്ലാവരും കൂടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കാം. ഭാരമില്ലാത്ത ഒരാള് ഏറ്റവും മുകളിൽ നിൽക്കാം. വരൂ കൂട്ടുകാരെ, നമുക്ക് തുടങ്ങാം. ഹലോ, അതെ സാറേ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും ഹേയ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുണ്ടല്ലോ. ഇല്ല. അതെ. ഭയങ്കര തമാശ. എന്റെ ചേട്ടാ, എനിക്ക് വയ്യ. എന്താ പറഞ്ഞ? ആരുടെ ഫോണാത്? റോങ് നമ്പർ ആയിരുന്നു. പക്ഷെ ഭയങ്കര തമാശയായിരുന്നു. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ചിരിക്കുന്നത്. ഇനി ഒരുപാട് ദിവസത്തിന് ശേഷം നീ കരയാൻ പോവാ. ഈ പ്രാവശ്യം ടീമിനകത്ത് ഇന്ന് പുറത്തു പോകാൻ പാടില്ല. ആദ്യത്തെ പ്രാവശ്യം പോലെ പുറത്തു പോയ എല്ലാവരും വീണ്ടും താഴെ വീഴും. ഓക്കെ, സോറി. അടിക്കുന്നല്ലോ. ഇനി ഫോണും എടുത്ത് പുറത്തു പോയാൽ 10 ദേഷ്യം വരും. എന്നാ പിന്നെ അകത്ത് നിന്ന് തന്നെ സംസാരിച്ചേക്കാം. ഹലോ, അതെ, വീണ്ടും വന്നോ? എടോ, നിന്നെ പറ്റി ചിന്തിക്കുമ്പോഴേ എനിക്കിപ്പോ ചിരി വരുവാ. ഇല്ലെന്നേ. അത് പിന്നെ ഫുർഫുരി നഗരത്തിൽ കലം തല്ലി പൊട്ടിക്കൽ. കലത്തിലാണെങ്കിൽ 50 ലക്ഷം രൂപ. അതെങ്ങനെ മോഷ്ടിക്കാൻ പറ്റും? എങ്ങനെ പറ്റും? ബോസ്, നമുക്കത് മോഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. അത് വളരെ മുകളിലാണ് കെട്ടിയിരിക്കുന്നത്. അത്രയും ഉയരത്തിൽ പോകണമെങ്കിൽ ഒരുപാട് പേരുടെ ആവശ്യമുണ്ട്. നമ്മളാണെങ്കിൽ വെറും 2.5 ആളും. ഒന്ന് കുനിയടാ. നീ ജോണനിട്ട് തള്ളുവാണോടെ? ഞാൻ ശക്തിമാനാണ്. എനിക്ക് കല്ലൊക്കെ ഇടിച്ച് പൊളിക്കാൻ കഴിയും. ആ ഡോക്ടർ ജട്കയുടെ അടുത്ത് നമുക്ക് പറ്റി എന്തെങ്കിലും സാധനം കാണാതിരിക്കില്ല. വാ, നമുക്കത് മോഷ്ടിച്ചെടുക്കാം. സുഹൃത്തുക്കളെ, വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ടീമുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കുടത്തിൽ 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ജയിക്കുന്ന ടീമിന് ആ പണം എടുക്കാവുന്നതാണ്. മത്സരം തുടങ്ങട്ടെ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ കലം പൊട്ടിക്കൽ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ലെന്ന്. എളുപ്പമല്ലെന്നറിയാം. എന്നാലും ഫുർഫുറി നഗറിലെ പാവപ്പെട്ട കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തിരിക്കും. ഇനി ഫുർഫുറി നഗരത്തിന്റെ ടീമിന്റെ ഊഴമാണ്. മോട്ടു പത്തലും അവരുടെ ടീമുമായി വരേണ്ടതാണ്.
മോട്ടു, നീ ഒരിക്കലും ഇനി താഴെ നിൽക്കരുത്. നീ ഏറ്റവും മുകളിൽ നിന്നാ മതി. എനിക്ക് നിന്റെ മേലെ ഒട്ടും വിശ്വാസമില്ല. താഴെ നിന്നിട്ട് വീണ്ടും ഫോൺ വന്നാ പിന്നെ പണിയാകും. ഒരുപക്ഷെ മോളിലുള്ളപ്പോ ഫോൺ വന്നാലോ? ഏറ്റവും മുകളിൽ കയറി നിന്ന് നീ എത്ര ഫോൺ സംസാരിച്ചാലും താഴെയുള്ളവന് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. മോട്ടു, വേഗം കേറി വാ. ഇല്ല, അത് ഭയങ്കര ഉയരത്തിലാ ഉള്ളത്. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. എന്റെ അമ്മോ പത്ലു, മോട്ട് മുകളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലേ? ഐഡിയ. മോട്ടു, ഈ ഉറിക്കകത്ത് മുഴുവനും സമൂസയെ വെച്ചിരിക്കുന്നെ. വേഗം കേറി എടുത്തോ. എന്ത് സമൂസ? മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? വേഗം ഉറി ഉടയ്ക്കാൻ നോക്ക്. ആദ്യം ഞാൻ ഈ സമൂസ ഒന്ന് എടുത്തോട്ട് പത്തലോ, ഇല്ലെങ്കിൽ അത് താഴെ പോയാലോ? മിത്രങ്ങൾക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് നമസ്കാരം. ഞാൻ ഈ കലം കൊണ്ടുപോകുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ജോണേ, വണ്ടി നിർത്ത്. ഞാൻ ഈ സമൂസ ഒന്ന് ഇതിന്ന് എടുത്തോട്ടെ. പത്തലും എന്നോട് പറഞ്ഞിരുന്നു മോളിൽ നിന്ന് ഫോണ് സംസാരിച്ചതുകൊണ്ട് കുഴപ്പമില്ല, താഴെയുള്ളവർക്കൊന്നും സംഭവിക്കില്ലെന്ന്. ഹലോ, മോട്ടോ ഹിയർ. നിങ്ങൾ ആരാണ്? എന്ത് 2 പകലും 3 രാത്രി ഗോവയിലേക്ക് ഫ്രീയോ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ കൂട്ടുകാരനോടൊന്ന് ചോദിക്കട്ടെ. അതേ പത്തലോ, 2 പകലും 3 രാത്രിയും ഗോവയിലേക്ക് പോകാനുള്ള ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. പോയാലോ? മോട്ടു, നീ ഇപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണോ? അപ്പൊ ഉറിയിലാരാ പിടിക്കുന്നത്? ആരും പിടിച്ചിട്ടില്ല. പൊളിച്ചെടുത്തല്ലോ. മമ്മി, രക്ഷിക്കണേ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്നെ രക്ഷിക്കണേ. എന്റെ അമ്മോ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഒന്ന് നിൽക്കാൻ. മമ്മി, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. ഹലോ, ഞാൻ ഈ ഫോൺ ചെയ്യുന്നവനെ വെറുതെ വിടില്ല. കണ്ടില്ലേ അവനെന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ അവനെ ഇടിച്ചിടിച്ച് അവന്റെ പരിപ്പെടുക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഞങ്ങൾ നിന്റെ പരിപ്പെടുക്കുന്നതായിരിക്കും. ഒന്ന് നിർത്ത, ഇപ്പൊ തല്ലുകൂടാനുള്ള സമയമല്ല. ദേ അങ്ങോട്ട് നോക്ക്, ജോണിന്റെ വണ്ടി തകർന്നിട്ട് അവരിപ്പോ ദേ പാരച്യൂട്ടിൽ പോകുന്നു. നമ്മള് വിചാരിച്ച ഇപ്പോഴും അവരെ പിടിക്കാൻ കഴിയും, പക്ഷെ നമ്മൾ ഈ കുളത്തിന് ഇക്കരയാണ്, അവരിതേ അക്കരയിൽ എത്തിക്കഴിഞ്ഞു. എങ്ങനെ പിടിക്കും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. നമ്മൾ ആ മരത്തിന് മുകളിൽ കയറി കയറ് കെട്ടി വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. പക്ഷെ മരത്തിന് മുകളിൽ കയറി ആര് കയറ് കെട്ടും? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കൂട്ടത്തിൽ ദേ ഇത് കൂടെ പിടിച്ചോ. ഗുഡ് ഐഡിയ. മോട്ടു, ആ മരത്തിന് മുകളിൽ കയറി ഇരിക്കാൻ നോക്ക്. ഫുർഫുറി നഗറിലെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാ. ഇനി കയറി വിട്ടോളൂ. മോട്ടു, വേഗം കയറി ഉറി പൊട്ടിക്കേ. ഇതാ കലം ഉടച്ചിരിക്കുന്നു. അടിപൊളിയായിരിക്കുന്നു. എന്റെ ജോൺ, ഇതൊന്ന് പിടിച്ചേ. ഞാൻ എന്റെ സമൂസ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ. മോട്ടു, ഇത്ര നേരം പറഞ്ഞിട്ട് നീ അതിനകത്തിരുന്ന പൈസ എടുത്ത് അവർക്ക് കൊടുത്തോ? അതില് സമൂസയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓ സോറി, ഒരു തെറ്റ് പറ്റിപ്പോയി.
ബോട്ടും പത്തിനും പൈസ തിരിച്ചതാ, അല്ലെങ്കിൽ ഞാൻ ഈ കയറ് വിടും, നിങ്ങൾ രണ്ടുപേരും താഴെ വീഴും. ഈ പണം ഫുർഫുറി നഗരത്തിലെ പാവപ്പെട്ട കുട്ടികളുടെയാണ്. ഇത് നിനക്ക് തരില്ല. നീ എന്ത് വിടാനാ കയറ്? വേണമെങ്കിൽ ഞങ്ങള് തന്നെ വിട്ടോളും കയറ്, അല്ലേ പത്ലു? ആ എന്തുകൊണ്ടില്ല, ആവശ്യം വന്നാ അതും ചെയ്യും. വേണ്ട, ഇത് ചീറ്റിംഗാണ്. എന്റെ മോട്ടു എന്തായി ചെയ്തത്? ഊറിയിൽ നിന്ന് എന്തിനാ കൈവിട്ടത്? ആവശ്യം വരുമ്പോ കൈവിടുന്നു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നമ്മളിനി എന്താ ചെയ്യാ? ഓ സോറി സോറി, ഞാനൊരു ആവേശത്തിലങ്ങ് വിട്ടതാ. മോട്ടു